റെയിൽ ബജറ്റിൽ കേരളത്തിന്റെ ചിത്രം എന്ത്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ കെ രാഗേഷ് MP, ശ്രീ KV തോമസ് MP, ശ്രീ VV രാജേഷ്, ഡോക്ടർ മേരി ജോർജ് എന്നിവർ. ഡോക്ടർ മേരി ജോർജ്, ഇന്നത്തെ റെയിൽ ബജറ്റിനെ പൊതുവെ എങ്ങനെ വിലയിരുത്താം? റെയിൽ ബജറ്റിനെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതിനേക്കാൾ വളരെ മോശപ്പെട്ട ബജറ്റായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ തോന്നുന്നത്. അതിന് ഒരുപാട് പശ്ചാത്തലവും കൂടിയുണ്ട്. ഈ ബജറ്റിന് ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഒരു 7-8 മാസം മുൻപാണ് വിവേക് ദബ്രോയ് ചെയർമാനായിട്ടുള്ള ഒരു റെയിൽവേ റീസ്ട്രക്ചറിങ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിരുന്നത്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു 5-8 മാസം മുമ്പാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുൻപാകെ സമർപ്പിച്ചത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് 2 വർഷക്കാലം കൊണ്ട് റെയിൽവേ വകുപ്പിനെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാമെന്നും റെയിൽ ബജറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ബജറ്റ് വേണ്ടാത്ത സ്ഥിതിയിലേക്ക് ആക്കണമെന്നുമാണ്. അങ്ങനെ റെയിൽവേയെ തന്നെ ഡൗൺ സൈസ് ചെയ്ത് ഒരു പരുവത്തിൽ, അതായത് നമ്മൾ പറയാറുള്ളത് പോലെ എരുത്തിൽ കെട്ടുന്ന പരുവത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, സർവത്ര പ്രൈവറ്റൈസേഷനാണ്, പ്രൈവറ്റൈസേഷൻ അജണ്ടയാണ് അത് പിന്നെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈവൻ നമ്മൾ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷനകത്തു നിന്ന് പിടിക്കുന്ന വെള്ളം പോലും, വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് പിടിക്കുന്ന വെള്ളത്തിന് പോലും പണം വാങ്ങിക്കുക എന്ന രീതിയിൽ എല്ലാം പേ ആൻഡ് യൂസ് രീതിയിലാക്കി മാറ്റത്തക്കതാണ്. പിന്നെ അതുപോലെ തന്നെ റെയിൽവേക്കകത്തുള്ള സർവീസസ് ഏത് തന്നെയാണെങ്കിലും അതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുക. അങ്ങനെ അതായത് സ്റ്റോക്ക്, അങ്ങനെ നമുക്ക് പറയാം അതിൻ്റെ ആദ്യന്തം നഖശിഖാന്തം പ്രൈവറ്റൈസ് ചെയ്യത്തക്ക ഒരു അജണ്ടയോട് കൂടിയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും റെയിൽവേ ബജറ്റിന് ഇങ്ങനെ ആകാൻ പറ്റൂ. ഉദാഹരണത്തിന് 1,84,000 കോടി രൂപയുടെ വരുമാനമാണ് ഈ ബജറ്റ് ഇയറിൽ റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. അതേ സമയത്ത് 8.5 ലക്ഷം കോടി രൂപയുടെ ചെലവുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് 1,21 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇതിലേക്ക് നിക്ഷേപിക്കും എന്ന് പറയുന്നു. പക്ഷേ അതും വായ്പയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അത് MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിൽ PPP മോഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരിക എന്നതാണ് റെയിൽവേ ഉദ്ദേശിക്കുന്ന മിക്കവാറും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. മാത്രവുമല്ല, ഇപ്പം നമ്മളതിന് മറ്റ് സൗകര്യങ്ങൾ, ഈ റെയിൽവേ പറയുന്ന മറ്റ് സൗകര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ നമുക്ക് കൊള്ളാം എന്ന് പറയാൻ തോന്നും. കാരണം കൂടുതൽ റെയിൽവേ ലൈനിൻ്റെ എക്സ്റ്റൻഷന് പകരം ഉള്ള ട്രെയിനിൻ്റെ വേഗം കൂട്ടിക്കൊണ്ട് കൂടുതൽ ഓട്ടം, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 80 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ അതേ ട്രെയിനുകളെ തന്നെ എൻജിൻ കപ്പാസിറ്റിയും മറ്റും വർദ്ധിപ്പിച്ച് പിന്നെ 130 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന തേജസ് എന്ന് പറയുന്ന ട്രെയിനുകളെ പറ്റി പരാമർശമുണ്ട്. അതുപോലെ തന്നെ ആണ് ഡബിൾ ഡെക്കർ, വ്യവസായ നഗരങ്ങളിൽ ഡബിൾ ഡെക്കർ ട്രെയിൻ എന്ന് ഒന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ട്രെയിനിൻ്റെ ഒരു ആധുനികവൽക്കരണം, അതായത് റെയിൽവേയുടെ ആകപ്പാടെയുള്ള ഒരു ആധുനികവൽക്കരണം മുൻപിൽ കാണുന്നു. പക്ഷേ അത് എവിടെ നിന്ന് വരുന്നു? അതിനുള്ള പിന്നെ വിഭവ സമാഹരണം റെയിൽവേയിൽ നിന്ന് വരുന്നില്ല. ഉദാഹരണത്തിന് 15 ലക്ഷം പേർ തൊഴിൽ ചെയ്തിരുന്ന റെയിൽവേ ഇപ്പോൾ ഡൗൺ സൈസ് ചെയ്ത് 12 ലക്ഷത്തിലേക്കും അതിനേക്കാൾ താഴേക്ക് വന്നു എന്നാണ് ഇന്ന് ഒരു MP തന്നെ സംസാരിക്കുന്നത് കേട്ടത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ VV രാജേഷും നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മറുപ്രതികരണം കൂടി കേട്ടതിന് ശേഷം VV രാജേഷിലേക്ക് വരാം. ശ്രീ കെ രാഗേഷ്, സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് വിലയിരുത്തിയത് ഇങ്ങനെയാണ്. പ്രതിപക്ഷം എങ്ങനെയാണ് ഈ റെയിൽവേ ബഡ്ജറ്റിനെ കാണുന്നത്? ഡോക്ടർ മേരി ജോർജ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് വളരെ ശരി. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയിൽവേയുടെ സകല മേഖലകളും, അത് സേവന രംഗമായാലും ശരി, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയാലും ശരി, വിവിധ മേഖലകൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എല്ലാം സ്വകാര്യവൽക്കരിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയാകെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി സ്വകാര്യവൽക്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള, അതായത് സ്വകാര്യ പങ്കാളിത്തം എന്നാണ് പറയുന്നതെങ്കിലും
ഊന്നല് സ്വകാര്യവൽക്കരണത്തിനാണ്. ഘട്ടം ഘട്ടമായി വിവിധ മേഖലകളെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ സേവന രംഗങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയാണ് ഈ ബജറ്റിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പം കേരളത്തിൽ തന്നെ ഈ ബജറ്റിൽ ഒരുപക്ഷെ കേരളത്തിലെ മീഡിയ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ 2 പദ്ധതികൾ കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന്, കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രപ്പോസ്ഡ് ഗ്രീൻഫീൽഡ് റോഡിന് അനുബന്ധമായിട്ട് 400 കോടി രൂപ ഇവിടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഞ്ചങ്ങോട് നിലമ്പൂർ പാത, അതിനുവേണ്ടി 600 കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഇങ്ങനെ പ്രഖ്യാപിച്ച കാര്യം ബജറ്റ് രേഖയിൽ ഞാൻ തപ്പി നോക്കിയപ്പോൾ ബജറ്റിൽ ഇത് ചേർത്തിട്ടില്ല. ബജറ്റിൽ 1 രൂപ പോലും ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടില്ല. എന്നാൽ കേരളത്തിലേക്ക് 1000 കോടി രൂപയുടെ 2 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ മീഡിയ ഒന്നും ഇത് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പ്രഖ്യാപിക്കുക, ബജറ്റിലൊന്നും നീക്കി വെക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നേരത്തെ തന്നെ കേരള സർക്കാർ ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളുമായി കേന്ദ്ര ഗവൺമെൻറ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU ഒപ്പുവെച്ചിരുന്നു. ആ MOU അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും ഈ PPP മാതൃകയിലുള്ള പദ്ധതികൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി 50 കോടി രൂപ നൽകാം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നേരത്തെ പുറത്തിറക്കിയിട്ടുള്ള PIBയുടെ പ്രസ്താവനയിൽ തന്നെ പറയുന്നത്. അപ്പോൾ 50 കോടി രൂപ മാത്രം നൽകുക, എന്നിട്ട് 600 കോടി രൂപയുടെ 1000 കോടിയുടെ പദ്ധതി ഡെവലപ്പ് ചെയ്യുക, അതിന് സ്വകാര്യ മേഖലയെ ഉപയോഗപ്പെടുത്തുക. ഇതാണ് പദ്ധതിയുടെ ഉദ്ദേശം. അപ്പോൾ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഡെവലപ്മെൻറ്റ് ഇവിടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ റെയിൽവേയുടെ റിസോഴ്സസ്, ആ സാധ്യതകൾ നമ്മുടെ വിഭവങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് റെയിൽവേക്ക് തന്നെ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നിരിക്കെ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ ആ സാധ്യതകളെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിക്കൊണ്ട് സ്വകാര്യ പങ്കാളിത്തോടുകൂടി വികസിപ്പിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടെ ഊന്നൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള വിവിധ മേഖലകളെ, അതിൽ ഈ റെയിൽവേയുടെ കയ്യിൽ വരുന്ന ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടി അത് നൽകുന്നത് ഉൾപ്പെടെയുള്ള അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായി സ്വകാര്യ പങ്കാളിത്തത്തിനപ്പുറം സ്വകാര്യവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ അവഗണിക്കപ്പെട്ട ഒരു കാലമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അടുത്ത ഘട്ടത്തിൽ അത് ഞാൻ പറയാം. കേരളത്തിനെ കുറിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. ശ്രീ KV തോമസ് കൂടി പ്രതികരിച്ചിട്ട് ശ്രീ VV രാജേഷിലേക്ക് എത്താം. VV രാജേഷിന് എല്ലാത്തിനും മറുപടി പറയേണ്ടി വരുമല്ലോ. ശ്രീ VV രാജേഷ്, ഡോക്ടർ മേരി ജോർജ് ഒരു ഭാഗത്ത് റെയിൽവേ ബഡ്ജറ്റിനെ പൂർണ്ണമായി വിലയിരുത്തി. ശ്രീ KK രാഗേഷ് തുടങ്ങിയിട്ടേ ഉള്ളൂ, കേരളത്തിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഡോക്ടർ മേരി ജോർജ് മാഡത്തിന്റെ സംസാരം മാത്രമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. സൗണ്ട് സിസ്റ്റത്തിൽ ഇത് തരാറുള്ളതുകൊണ്ട് രാകേഷ് MP പറഞ്ഞൊന്നും തന്നെ എനിക്ക് KK രാഗേഷ് പറഞ്ഞതിനെ ഞാനൊന്ന് ചുരുക്കി പറയാം. അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ പങ്കാളിത്തമല്ല, പൂർണ്ണമായി ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരിക്കുകയാണ് ഈ PPP മോഡൽ വഴി ഉദ്ദേശിച്ചിട്ടുള്ളത്. ബജറ്റിൽ പണം നീക്കി വയ്ക്കാതെ കേരളത്തിന് പോലും 1000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളിൽ MOU ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ. അതായത് റെയിൽവേയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടി പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് പോവുക, ചില പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നൊരു പുതുമയുണ്ടല്ലോ ഇനിയിപ്പോൾ. അതൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് കൂടി പണം അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി റെയിൽവേയുടെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താതെ സ്വകാര്യ മേഖലയിലേക്ക് പോകാനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് KK രാഗേഷ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതെ, ഞാൻ രാകേഷിന്റെ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് മേരി ജോർജ് മാഡം പറഞ്ഞതിൽ ഞാൻ ശക്തമായ വിയോജിപ്പ്. അതായത് ഇത്രയും മോശപ്പെട്ട ഒരു ബഡ്ജറ്റ് മാഡത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ ഇടക്കാലത്തൊന്നും വന്നിട്ടില്ല എന്ന് മാഡം പറഞ്ഞതിനെ ഏതർത്ഥത്തിലേക്കാണ്, ഏത് വിലയിരുത്തലിലൂടെയാണ് അങ്ങനെ എത്തിച്ചേരാൻ സാധിച്ചത് എന്ന് ഈ ബഡ്ജറ്റിൽ ഒരു കാര്യവും ജനോപകാരപ്രദമായി മേരി ജോർജ് മാഡത്തിന് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് വേറെന്തോ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് പറയേണ്ടി വരില്ല. എല്ലാവരും PPP മാത്രമാണ് പിടിക്കുന്നത്. PPPയിലേക്ക് വരാം. PPPയെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ ഞാൻ തയ്യാറ് തന്നെയാണ്. 8.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും
സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മേരി ജോർജ് മാഡം പറഞ്ഞില്ല. LIC ഇപ്പോൾ അവരുടെ ആദ്യ ഗൗഡായ കുറച്ച് തുക അവർ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള മേഖലയിലേക്ക് റെയിൽവേയുടെ കയ്യിലോ ഗവൺമെന്റിന്റെ കയ്യിലോ പണം ഇല്ല എങ്കിൽ പണം കണ്ടെത്താൻ സാധിക്കുന്ന മേഖലകളിൽ നിന്നും പണം കണ്ടെത്തിക്കൊണ്ട് ആഗോളതലത്തിൽ റെയിൽവേ വികസിക്കുന്നതനുസരിച്ച് ഇന്ത്യൻ റെയിൽവേയും വികസിച്ചില്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മൾ കാളവണ്ടി യുഗത്തിൽ ജീവിക്കേണ്ടി വരും. അതിന് ഒരു ജനതയെ കാളവണ്ടി യുഗത്തിലേക്ക് തള്ളിവിടാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഗവൺമെന്റിന് മറ്റു മേഖലകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സുരക്ഷയ്ക്കാണ്. 2020 ആകുമ്പോഴേക്ക് ലെവൽ ക്രോസുകളുടെ പരിഷ്കരണത്തെ കുറിച്ച് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ആരും തന്നെ കാണുന്നില്ല. മറ്റൊന്ന്, ശ്രീ രാജേഷ് പറയൂ. 1600 കിലോമീറ്റർ വൈദ്യുതീകരണത്തെ കുറിച്ച് ഗവൺമെന്റ് പറയുന്നുണ്ട്. നമ്മുടെ പല തീവണ്ടികളും പുറപ്പെടാൻ വൈകുന്നത് അല്ലെങ്കിൽ തീവണ്ടികൾക്ക് വേഗത്തിൽ ഓടിയെത്താൻ സാധിക്കാത്തത് മതിയായ ക്വാളിറ്റിയുള്ള കപ്പാസിറ്റിയുള്ള എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ടാണ്. 40,000 കോടി രൂപ മുടക്കി 2 ലോക്കോമോട്ടീവ് ഫാക്ടറീസ് തുടങ്ങാൻ പോകുന്നതിനെ ആരും തന്നെ കാണുന്നില്ല, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട്. അതോടൊപ്പം തന്നെ 8 ലക്ഷം കോടി രൂപ മോഡേണൈസേഷന് വേണ്ടി 8 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 3 ചരക്ക് ഇടനാഴികൾ ആരംഭിക്കാൻ പോകുന്നു. ചരക്ക് ഗതാഗതം കൂടുതൽ സുതാര്യമാകുന്നു. അതോടൊപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഇന്ത്യൻ റെയിൽവേ നീട്ടിക്കൊണ്ട് ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ശരി, ശ്രീ വി രാജേഷ്, ഇപ്പോ ഇന്ന് ശ്രീ സുരേഷ് പ്രഭു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നും നമ്മൾ പറയാൻ നിൽക്കേണ്ടതില്ല. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെയും മേരി ജോർജ് പിന്നീട് ചൂണ്ടിക്കാട്ടിയ തേജസ് ട്രെയിനുകളും ഉദയ് എക്സ്പ്രസ്സും അങ്ങനെയുള്ള ചില ട്രെയിനുകളും ഒക്കെ ഉണ്ട്. ഈ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെവൽ ക്രോസുകൾ ഇല്ലാതാക്കാൻ പോകുന്നു, മാൻഡ് ലെവൽ ക്രോസുകൾ ഇല്ലാതാക്കാൻ പോകുന്നു, അതുപോലെ ആധുനികവൽക്കരണം ഒക്കെ ഉണ്ട്. പക്ഷേ മേരി ജോർജ് എന്ന സാമ്പത്തിക വിദഗ്ധ പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1,21,000 കോടി രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, 1,84,000 കോടി രൂപ റവന്യൂ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു 3 ലക്ഷത്തിന് അടുപ്പിച്ച്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ 8 ലക്ഷം കോടിയുടെ ഒരു ഭാഗം തന്നെ ഉണ്ട്. മറ്റെല്ലാം കൂടി ചേർക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറമാകുകയും ചെയ്യും. ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുമെന്നാണ് അറിയാത്തത്. പ്രഖ്യാപിക്കാൻ എളുപ്പമല്ലേ? ഞാൻ പറയാം. ഞാനിപ്പോൾ സുരേഷ് പ്രഭു അവതരിപ്പിച്ച ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം വായിക്കണമെന്ന് ആഗ്രഹം എനിക്കില്ല. ഒരു കാര്യം പോലും ആവർത്തിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ അതിൽ പോസിറ്റീവായിട്ടുള്ള ഒന്നും തന്നെ കാണാതെ 2 പേർ, ഒരു MPയും ഒരു സാമ്പത്തിക വിദഗ്ധയും ചർച്ച നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ചില കാര്യങ്ങൾ, ഞാൻ എല്ലാം പറഞ്ഞില്ല, ഞാൻ 2-3 പറഞ്ഞോളൂ. അതാ ഞാൻ വി രാജേഷിനോട് ഞാൻ ഇടപെടുന്ന അതാണ്. ഒരു റെയിൽവേ മന്ത്രിക്ക് 1-1.5 മണിക്കൂർ നേരം പാർലമെന്റിൽ ഇതൊക്കെ പ്രഖ്യാപിക്കാം. പക്ഷെ ജനങ്ങൾ ഇത് വിലയിരുത്തുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, ഡോക്ടർ മേരി ജോർജും KK രാഗേഷും പറഞ്ഞതുപോലെ ഈ 1000 കോടി രൂപയുടെ പ്രഖ്യാപനം കണ്ണൂർ ഭാഗത്ത് ചില പാതകളുടെ കാര്യത്തിലൊക്കെ ശ്രീ രാഗേഷ് ചൂണ്ടിക്കാട്ടി, അത് ബഡ്ജറ്റിൽ കാണാനില്ല. മറ്റൊന്ന് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതുപോലെ ഈ കണക്ക് കൂട്ടുമ്പോൾ 3 ലക്ഷം കോടിയൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ഒരു 3 ലക്ഷം കൂടി നിങ്ങൾ അപ്പുറത്തുനിന്ന് എടുത്താൽ പോലും ഇതൊന്നും തികയില്ലല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് വച്ചിട്ട് ഒരു കരാർ ഒപ്പിടിയിച്ചിട്ട് ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് വെക്കാനാണോ? ഈ സബർബൻ പോലെയുള്ള റെയിൽവേ പോലെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇത് കണ്ടെത്തേണ്ടത് പണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇനി എങ്ങനെയാണ് ഇതൊക്കെ കണക്കിൽ കൂട്ടി യോജിപ്പിക്കുക, കണക്കിലില്ലാത്ത കാര്യങ്ങൾ വരെ പറയുമ്പോൾ? എന്റെ ലാൽ, തമാശ പറയരുത്. കൊണ്ട് വച്ചു കൊടുക്കാൻ പറ്റിയ തല തന്നെയാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ്. ഇപ്പൊ MOU, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് MOU സൈൻ ചെയ്തതിനു ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ റെയിൽവേക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന 1 കോടി രൂപയാ, വെറും 1 കോടി രൂപ. ആ സംസ്ഥാന ഗവൺമെന്റിനെ വിശ്വസിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തിരുവനന്തപുരത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സബർബൻ ട്രെയിൻ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ ലാൽ? അതിന് സബർബൻ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്, അതിന് വ്യക്തമായ. നമുക്ക് കേരളത്തിലേക്ക് രണ്ടാമത് വരാം ശ്രീ വി രാജേഷ്. പക്ഷേ ഈ പറയുന്ന ആകെക്കൂടി ബഡ്ജറ്റിനെ വിലയിരുത്തുമ്പോഴുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പണം എവിടെ എന്നത് ഒന്ന്, അത് നിങ്ങൾ പറയണം. രണ്ടാമത്തത്, ഈ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ പലതും ബഡ്ജറ്റിനകത്ത് കാണാനില്ല എന്ന പരാതിയും വന്നിട്ടുണ്ട്. ലാൽ, ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ തന്നെ ബഡ്ജറ്റിനകത്തുണ്ടാകും. പ്രഖ്യാപിച്ച കാര്യങ്ങളില്ലാതെ ഒരു ബഡ്ജറ്റ്
സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് വയ്ക്കാൻ വേണ്ടി നിയമം അനുവദിക്കൂ. കെ രാഗേഷ് എന്ന പാർലമെന്റേറിയൻ MP ആണ് ഇപ്പോ ആ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അല്ല, കെ രാഗേഷ് ബാലിശമായിട്ട് സംസാരിക്കുക. ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന എല്ലാ അക്ഷരങ്ങളും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന പേപ്പറിൽ വരികയില്ല എന്ന്. ഞാൻ MP ആയിട്ടില്ല. MP അല്ലാത്ത എനിക്ക് തന്നെ സാമാന്യ ബോധത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മന്ത്രിമാർ അല്ല, ഞാൻ പൂർത്തിയാകട്ടെ. മന്ത്രിമാർ പ്രസംഗിക്കുന്ന എല്ലാ അക്ഷരങ്ങളും ഒരു ബഡ്ജറ്റിൽ അച്ചടിച്ചു വെക്കാൻ പറ്റില്ല. പക്ഷേ രാജ്യത്തിന് വേണ്ടി പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും അതിന്റെ കണക്കുകളും ഒക്കെ തന്നെ ബഡ്ജറ്റിൽ രാകേഷ് MPക്ക് അച്ചടിച്ച് കിട്ടിയ ബഡ്ജറ്റിൽ ഉണ്ടാകും. അദ്ദേഹം ഒന്ന് നോക്കിയാൽ മതി. ഇനി ലാൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എവിടെ നിന്നാണ് ഇത്രത്തോളം പണം വരുന്നത്? വിദേശ നിക്ഷേപമുണ്ട്. വിദേശ നിക്ഷേപം വരുമ്പോഴേക്കും ഓപ്പറേറ്റിംഗ് പാർട്ടിലല്ല, വിദേശ നിക്ഷേപം അടിസ്ഥാന മേഖല വികസിപ്പിക്കുവാൻ വേണ്ടി വിദേശ നിക്ഷേപം വാങ്ങുന്നതിന് ഞങ്ങളെതിരല്ല. ഇന്ത്യൻ റെയിൽവേയുടെ ഐഡന്റിറ്റിയും ഇൻഡിപെൻഡൻസിയും നിലനിർത്തിക്കൊണ്ട് തന്നെ അടിസ്ഥാന വികസന മേഖലയിൽ വിദേശ നിക്ഷേപം സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് തേടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങൾ തേടുമ്പോഴും ഈ സേവന മേഖലയിൽ പോലും പേ ആൻഡ് യൂസ് എന്ന ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്. കുടിവെള്ളം പോലും വിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വരുന്നത്. ഇപ്പോൾ ലാൽ, അതൊക്കെ തെറ്റായ മനസ്സിലാക്കുകയാണ്. കുടിവെള്ളം വിൽക്കുന്നു, ടോയ്ലറ്റിലെ വെള്ളത്തിന് പണം കൊടുക്കുന്നു, ഇതൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞ് ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഭീതി പരത്താമെന്നല്ലാതെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് പിറ്റേ ദിവസം പറഞ്ഞല്ലോ, ഈ ഇവിടുത്തെ വായു വരെ വിൽക്കുകയാണ്, മണ്ണ് വിൽക്കുകയാണ്, കാല് ചവിട്ടി നിൽക്കുന്നതിന് പണം കൊടുക്കണമെന്ന് ആർക്കും ഇതുവരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ അങ്ങനെ വെറുതെ പറയുന്നതല്ല. ഡോക്ടർ മേരി ജോർജ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ കണ്ട വിവേക് ദേബ്രോയ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കണ്ട ഒരു ലക്ഷ്യമുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. റെയിൽവേയെ ഡൗൺ സൈസ് ചെയ്യുക, കാര്യങ്ങൾ സ്വകാര്യവൽക്കരിക്കുക എന്ന ഒരു ദിശ നേരത്തെ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകുന്നുവെന്നാണ്. അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. എന്റെ ഡോക്ടർ ലാൽ, നമ്മൾ ഇവിടെ ബഡ്ജറ്റ് ചർച്ച ചെയ്യുമ്പോൾ ഡോക്ടർ മേരി ജോർജ് വളരെ ബുദ്ധിപൂർവ്വം ഒബ്രോയ് കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. റിപ്പോർട്ട് അല്ലല്ലോ ഇവിടെ നടപ്പിലാക്കിയിട്ട്, റിപ്പോർട്ട് അല്ലല്ലോ ചർച്ച, ബഡ്ജറ്റിനെ ആസ്പദമാക്കിയല്ലേ ചർച്ച ചെയ്യുന്നത്. റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തമാശക്കല്ലല്ലോ, അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുമുണ്ട്. റിപ്പോർട്ട് ഈ രാജ്യത്തിന്റെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ മേശയ്ക്കകത്ത് മാറാതെ പിടിച്ച് 100 കണക്കിന് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുരേഷ് പ്രഭു ടേബിൾ ചെയ്ത റിപ്പോർട്ട് ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഏതോ റിപ്പോർട്ടിൽ എന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഈ ഗവൺമെന്റ് രാജ്യം മുഴുവൻ വിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഡോക്ടർ മേരി ജോർജിനെ പോലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധ അതൊക്കെ അതിനകത്തുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിയാണല്ലോ പറഞ്ഞത്. അതിനകത്ത് കൃത്യമായി മറുപടി ഉണ്ടോ എന്നുള്ളതാണ്. എന്റെ ലാൽ, നമ്മൾ ചർച്ച ചെയ്യുന്ന ബഡ്ജറ്റിനെ കുറിച്ചല്ല, ഇന്ന് അവതരിപ്പിച്ച ഇന്ത്യൻ റെയിൽവേയിൽ നടപ്പിലാക്കാൻ പോകുന്ന ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കൂ. ശരി, ആ ബഡ്ജറ്റിനകത്ത് വരുന്ന കണക്കുകൾ 3 ലക്ഷം കോടിയോളം മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ ചൂണ്ടിക്കാട്ടാനുള്ളൂ. ബാക്കി വിദേശ നിക്ഷേപം വരുമെന്നും സ്വകാര്യ പങ്കാളിത്തം എന്നൊക്കെ പറയുന്നത് വന്നിട്ട് പറയാം. അങ്ങനെ വന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവർ തരുന്ന കാര്യങ്ങൾ തന്നിട്ട് പറയാം. ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ച് വെച്ച കാര്യങ്ങളെല്ലാം നാളെ വരാൻ പോകുന്നു, നിങ്ങൾ ഇതെല്ലാം പണം നീക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് അതെവിടെയെന്ന് ചോദിക്കുന്നത്. അല്ല, ഗവൺമെന്റിന്റെ കയ്യിൽ സമാഹരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പണങ്ങൾ ഗവൺമെന്റ് സമാഹരിക്കുന്നുണ്ട്. അടിസ്ഥാന വികസന മേഖലയിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടി പലരും തയ്യാറായിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്തിനകത്ത് നടത്തേണ്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ഒന്ന് വരാം. ശ്രീ KV തോമസിന് കേൾക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ KV തോമസ്, കേൾക്കാമോ? ശ്രീ KV തോമസിലേക്ക് തിരിച്ചെത്താം. അദ്ദേഹം സ്റ്റുഡിയോയിൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ശ്രീ KK രാഗേഷ്, താങ്കൾ കയ്യിലിരിക്കുന്ന ബുക്ക്, ഇന്ന് പാർലമെന്റിൽ തന്ന രേഖകളൊക്കെ കൃത്യമായി ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ സാധിക്കും ഈ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം എവിടെയാണ് പണം നീക്കി വെച്ചത് എന്നാണ് മറുപടി VV രാജേഷിൻ്റെ. ലാലേ, ഇത് എഴുതിയത് ഞാൻ വായിക്കാം. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു അനക്ഷറാണ്. Annexure to the works, machinery and rolling stock programs of railways proposed through joint ventures, SPVs, partnership with state governments and stakeholders. എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ണൂർ വിമാനത്താവളത്തിനോടനുബന്ധിച്ചുള്ള റെയിൽവേ പ്രോജക്റ്റ്, അതുപോലെ തന്നെ 1-2 കാര്യങ്ങളുണ്ടല്ലോ. കേരളത്തിൽ ഏതാണ്ട് 1000 കോടി രൂപേൻ്റെ മേലെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളാണ്. അതിൽ എത്ര തുക ചെലവ് വരുമെന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് 1000 കോടി രൂപ കേരളത്തിന് മാത്രം, 1000-ലേറെ കോടി രൂപ കേരളത്തിന് മാത്രം. എന്നാൽ ഈ തുകക്ക് വേണ്ടി, ഇത്രയും തുകക്ക് വേണ്ടി 1 രൂപ ബജറ്റിൽ എവിടെയുമില്ല. ബജറ്റിൽ പ്രൊവിഷൻ ഇല്ല, ചുമ്മാ പ്രഖ്യാപനമാണ്. ജോയിൻറ്റ് വെഞ്ചറിലൂടെ കണ്ടെത്തും, പ്രഖ്യാപനമാണ്.
പിന്നെ പ്രഖ്യാപനത്തെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ ബജറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ റെയിൽവേ ബജറ്റിലുള്ള ഡയറക്ഷൻ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. കഴിഞ്ഞ ബജറ്റിൽ 7.5 ലക്ഷം കോടി രൂപ ഈ രീതിയിൽ PPP മാതൃകയിൽ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ സ്വകാര്യ മേഖലയിൽ നിന്ന് കണ്ടെത്തും അന്ന് നടത്തിയ പ്രഖ്യാപനമാണ്. ഇപ്പോഴ് റിവൈസ്ഡ് ബജറ്റ് എസ്റ്റിമേറ്റ് നോക്കുന്ന സമയത്ത് 1 ലക്ഷം കോടി രൂപയാണ് ആകെ കണ്ടെത്തിയിട്ടുള്ളത്. 7.5 ലക്ഷം കോടി രൂപ കണ്ടെത്തുമെന്ന് പറഞ്ഞു. കണ്ടെത്തിയത് 1 ലക്ഷം കോടി രൂപ. അത് തന്നെ കണ്ടെത്തി എവിടുന്നാ? LIC എന്നാണ്. പൊതുമേഖലാ സ്ഥാപനം എന്താ? LIC എന്നാ. ആ LIC നിന്ന് ഗവൺമെൻറ്റിന് എപ്പോഴും ലോണ് എടുക്കാനോ വിനിയോഗിക്കാനോ കഴിയുന്നതാണ്. അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്താൽ മതി. അപ്പോൾ LIC എന്നാണ്. ഇവിടെ കേവലമായി ഇങ്ങനെ വലിയ പ്രഖ്യാപനം നടത്തുക, യാഥാർത്ഥ്യത്തിലൊന്നും വരാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേവലമായ ജിമ്മിക്കാണ്, ചെപ്പടി വിദ്യയാണ്. എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുക, ഒന്നും ചെയ്യാതെ. KK രാഗേഷ്, ഞാൻ തിരിച്ചെത്താം. കേരളത്തിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. VV രാജേഷിനോട് അതിനുള്ളൊരു മറുപടി ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ. VV രാജേഷ്, ഈ KK രാഗേഷ് പറഞ്ഞത് താങ്കൾ കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. VV രാജേഷ്, ശ്രീ VV രാജേഷ്, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ഡോക്ടർ മേരി ജോർജ്, താങ്കളും എന്തോ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബഡ്ജറ്റിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നാണ് VV രാജേഷ് പറഞ്ഞത്. അത് രാജേഷിനെ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എനിക്കുള്ള ഒരേ ഒരു ലക്ഷ്യം ബജറ്റിനെ വിലയിരുത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പശ്ചാത്തല സംഗീതം ഉണ്ടെങ്കിൽ ആ സംഗീതം ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടെ ബിബേക് ദെബ്രോയുടെ റിപ്പോർട്ട് ഞാനിവിടെ കോട്ട് ചെയ്തത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി അനുവർത്തിച്ച് 2 വർഷം കൊണ്ട് ഈ റെയിൽ ബജറ്റിനെ, റെയിൽ വകുപ്പിനെ തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ ഭാഗമാക്കണം, റെയിൽ ബജറ്റ് വേണ്ട എന്നാക്കണം എന്നാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ചിട്ടുള്ള എനിക്ക് ഈ ബജറ്റ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതിലേക്കുള്ള ഒരു നീക്കമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ രാജേഷ് പറഞ്ഞതുപോലെ ഈ ബജറ്റിലെ നല്ല കാര്യങ്ങളെ ഞാൻ തമസ്കരിക്കുന്നില്ല. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായത് വേഗം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കും, കാര്യക്ഷമത വർദ്ധിപ്പിക്കും. ഇത് തീർച്ചയായിട്ടും നല്ല ലക്ഷ്യമാണ്. അങ്ങനെ ഉദാഹരണം അതുകൊണ്ടാണല്ലോ തേജസ് ട്രെയിനുകൾ, അതായത് ഇപ്പോൾ പക്ഷേ ശ്രീ KK രാഗേഷ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില കാര്യങ്ങൾ ബഡ്ജറ്റിനെ ശരിക്കും വിലയിരുത്തുന്ന ഒരാളാണല്ലോ ഡോക്ടർ മേരി ജോർജ്. അങ്ങനെ ബഡ്ജറ്റിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് 1000 കോടിയുടെ ചിലവ് വരുമെന്ന് പറയുക, അത് തുക എവിടുന്നാണ് കണ്ടെത്തുന്നതെന്ന് പറയണ്ടേ ബഡ്ജറ്റിനകത്ത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മുൻ വർഷങ്ങളിലെ ബഡ്ജറ്റും ഇങ്ങനെ ചൂണ്ടിക്കാട്ടുമല്ലോ ആളുകളൊക്കെ. അതായത് ഇപ്പോൾ രാജേഷ് പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല കാര്യങ്ങൾ നമുക്ക്, അതായത് ആധുനികവൽക്കരിക്കുക, റെയിൽവേ സിസ്റ്റത്തെ തന്നെ ആധുനികവൽക്കരിക്കുക, അത് അത്യന്താപേക്ഷിതമാണ്. കാരണം ജപ്പാനും ചൈനയും ഒക്കെ ഹൈ സ്പീഡ് റെയിൽ കോറിഡോറിൽ റെയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ വളരെ പതുക്കെ സ്നെയിൽ സ്പീഡിൽ യാത്ര ചെയ്താൽ പോരാ. അത് നമ്മുടെ വികസനത്തെയും നമ്മുടെ ഉൽപ്പാദനക്ഷമതയെയും എല്ലാം ബാധിക്കും. അപ്പോൾ അങ്ങനെ ആധുനികവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തേജസ് ട്രെയിനുകൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ വേറെ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് വ്യവസായ നഗരങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നു. അതുപോലെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ബയോ ടോയ്ലറ്റ്സ് കൊണ്ടുവരുന്ന കാര്യം. അതുപോലെ ഒരുപാട് നല്ല നടപടികളുണ്ട്. അതൊക്കെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. പക്ഷേ ഇതിനൊക്കെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നല്ലതാണ് എന്ന് പറയുമ്പോഴും നമുക്ക് ഈ സംശയം കിടക്കുകയാണ്. 1,84,000 കോടി രൂപ വിന്യസിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ റെയിൽവേയിൽ, ഇത്രയും വലിയ 125 കോടി ജനങ്ങൾ, ഇത്രയും വലിയ നെറ്റ്വർക്ക് ഓഫ് റെയിൽവേസ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റെയിൽവേ സിസ്റ്റമായ ഇന്ത്യൻ റെയിൽവേയെ എങ്ങനെയാണ് ആധുനികവൽക്കരിക്കാൻ 1,84,000 കോടി കൊണ്ട് പറ്റുക? അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നാം കണ്ടുപിടിക്കുന്നത്. ഈ 1,84,000 കോടി രൂപ അവിടെ വെച്ചിട്ട് ഗവൺമെൻറ് MOUവിന് പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നഞ്ചങ്കോട്, നിലമ്പൂർ റെയിൽ, അല്ലെങ്കിൽ മട്ടന്നൂർ പാത, ഇത്തരം പാതകൾക്ക് 600 കോടിയും 400 കോടിയും, അപ്പോൾ 1000 കോടി. ഈ 1000 കോടിയും MOU സിസ്റ്റത്തിൽ, അതായത് കുറച്ച് സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തുക 50%, 50% പ്രൈവറ്റായിട്ട് കണ്ടെത്തുക. ഗവൺമെൻറ്റിന് ഈ 50%, സംസ്ഥാന ഗവൺമെൻറ്റിന് 50% കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന കാലത്തോളം ഈ പ്രോജക്റ്റ് നടക്കില്ല. അതാണ് സംഭവിക്കുക. ഗവൺമെൻറ്റിന് 50% കണ്ടെത്താൻ കഴിയുമെങ്കിൽ PPP ആയിട്ട് വരാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ കാണും.
അപ്പോൾ അത് ഗവൺമെൻറ്റിന് കഴിയണത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ റെയിൽവേ വികസനം. അതുപോലെ തന്നെ തിരുവനന്തപുരം ചെങ്ങന്നൂർ റാപ്പിഡ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ പറ്റി നേരത്തെ MOU, അതായത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഗവൺമെൻറ് ഓഫ് കേരളയും റെയിൽവേ വകുപ്പും തമ്മിൽ ഒരു MOU പിന്നെ ഒപ്പുവെക്കണം എന്ന് പറഞ്ഞത്. യെസ്, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ KV തോമസ് കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ KV തോമസ്, VV രാജേഷ് ഇവിടെ ഒരുപാട് സുരേഷ് പ്രഭു പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും അണിനിരത്തി, ഒപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ നിന്നാണെങ്കിൽ കൂടി പണം കൊണ്ടുവന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. KK രാഗേഷ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത് ഇത് സ്വകാര്യവൽക്കരണത്തിൻ്റെ തുടക്കമാണ്, ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. ബഡ്ജറ്റിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും പണം നീക്കിവെച്ചത് കാണാനുമില്ല എന്നും പ്രഖ്യാപിച്ച കാര്യങ്ങൾക്ക് പണം നീക്കിവെച്ചത് കാണാനില്ല എന്നും KK രാഗേഷ് ഇവിടെ ചൂണ്ടിക്കാട്ടി, കേരളത്തിൻ്റെ ചില കാര്യങ്ങളിൽ ഉൾപ്പെടെ. കോൺഗ്രസ് എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്? നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെൻറ് ഒരു കാര്യത്തിലും വ്യക്തത കൊണ്ടുവന്നിട്ടില്ല. അതിപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി പുതിയൊരു സംവിധാനം നീതി ആയോഗ് എന്ന് പറഞ്ഞെങ്കിലും അത് പ്രവർത്തനക്ഷമമല്ല. പ്രധാനമന്ത്രി തന്നെയാണ് MPമാർക്ക് വേണ്ടി ആദർശ ഗ്രാമങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, ഞങ്ങൾക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. ഇവിടെ റെയിൽവേയിൽ അത് തന്നെയാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് പ്രഭു നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അത് എങ്ങനെ നടപ്പിലാക്കും, എവിടെയാണ് അതിന് ഫണ്ട്, എവിടെ നിന്ന് ഫണ്ട് കൊണ്ടുവരും, അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളം എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. എന്തിനാ എഗ്രിമെൻ്റ് വെച്ചേക്കണ? പുതിയ പ്രോജക്റ്റുകൾ, പഴയ പ്രോജക്റ്റുകൾ. അതുകൊണ്ടാണ് ശബരി റെയിൽവേയുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആദ്യം അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം ഇത് പഴയ പ്രോജക്റ്റ് എങ്കിൽ പോലും 1 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സഹകരിക്കാൻ തയ്യാറാണ്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അലോക്കേഷൻ എന്താ? മുൻകാലഘട്ടങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ അലോക്കേഷനാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. MPമാർ ഞങ്ങൾക്ക് ആകെ കിട്ടുന്നത് എന്താ? 5 കോടി രൂപ ഒരു വർഷം. ഇപ്പോൾ കേരളത്തിലെ MPമാരാണെങ്കിൽ 7 അസംബ്ലിയുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെടുത്ത് ഈ റെയിൽവേക്ക് കൊടുക്കാൻ പറ്റും? എന്നിട്ട് പോലും ഞാൻ 3 കോടി രൂപ എൻ്റെ MP ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് തിരുവനന്തപുരം ROB വരുന്നത്. ഇവിടെ ശുചിത്വ മിഷൻ വരുന്നു. ശുചിത്വ മിഷന് ഒന്നും മാറ്റിവെച്ചിട്ടില്ല. അപ്പോൾ ഒത്തിരി സ്വപ്നങ്ങൾ പറയുന്നു. പക്ഷേ അതേ സന്ദർഭത്തിൽ അതെങ്ങനെ നടപ്പിലാക്കുമെന്നൊരു വ്യക്തത. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ നോക്കിയാൽ ഒരു 8 ലക്ഷം കോടി രൂപ വേണം. എവിടെ നിന്നാണ് 8 ലക്ഷം കോടി രൂപ? പിന്നെ സ്വകാര്യ മേഖല വരുന്നുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയുടെ റോളെന്ത് അത് വ്യക്തമാക്കണം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നെങ്കിൽ അവരുടെ റോളെന്ത് വ്യക്തമാക്കണം. അതല്ല അവരെല്ലാം ഇത് റെയിൽവേ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊമേഴ്ഷ്യൽ സ്ഥാപനമല്ല, ഇത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംവിധാനം കൂടിയാണ്. ശ്രീ VV രാജേഷ്, അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഫണ്ട് എവിടെ എന്നാണ് ഏറ്റവും ആദ്യം ചോദിക്കുന്നത്. ഫണ്ടിനി വിദേശത്തു നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനൊക്കെ നിങ്ങൾ കൃത്യമായ നിയമാവലികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ? സ്വകാര്യ മേഖലയിൽ നിന്നാണെങ്കിലും അത്തരത്തിലുള്ള വ്യവസ്ഥയുണ്ടോ? മുൻകാലങ്ങളിൽ പോലും ഫണ്ട് കണ്ടെത്താതിരുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത്. KK രാഗേഷ് അതാണ് ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ വർഷത്തിൽ 1 ലക്ഷം കോടി നിങ്ങൾ LICയിൽ നിന്ന് എടുത്തതാണ്. ഈ പറഞ്ഞ പ്രഖ്യാപിച്ച 7.5 ലക്ഷം കോടിക്ക് 1 ലക്ഷം കോടി രൂപ LICയിൽ നിന്ന് എടുത്തതാണ്. അല്ലാതെ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചു കൊണ്ടുവന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ വർഷത്തെ 8 ലക്ഷം കോടിക്ക് എവിടെ നിന്നാണ് നിങ്ങൾ കാര്യങ്ങൾ കാണുന്നത്? കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ 1 വർഷത്തെ വ്യത്യാസമുണ്ടല്ലോ. ഈ 1 വർഷത്തെ വ്യത്യാസത്തിനിടയ്ക്ക് പ്രധാനമന്ത്രി യാത്ര ചെയ്തതും ഈ ഗവൺമെന്റ് അധ്വാനിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇന്ത്യയിൽ വരാൻ തയ്യാറാ നിക്ഷേപകർ തയ്യാറാ, ഇന്ത്യയിൽ വരാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാ. അത് KK രാഗേഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം KK രാഗേഷ് എപ്പോഴും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയല്ല. ഈ രാജ്യത്തെ ഗവൺമെന്റിന്, ഈ രാജ്യത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. KV തോമസ് മാഷാണ് കുറച്ചു മുമ്പേ ഭരണത്തിൽ ഇരുന്നവരാണ് അവർ കണ്ട കാര്യമാണ് ഇപ്പൊ KV തോമസ് മാഷ് പറഞ്ഞത്. ഭരണത്തിൽ ഇരുന്നവർക്കും അനുഭവം ഉണ്ടല്ലോ. അല്ല, എനിക്ക് KV തോമസ് മാഷിന്റെയും പ്രസംഗം എനിക്ക് വളരെ അവ്യക്തമായിരുന്നു. രാകേഷ് പറഞ്ഞതുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ള കാര്യങ്ങളാണ് മാഷും പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ മറുപടി പറയുന്നത്. ഇപ്പോൾ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിന് PPP മോഡലിന് KV തോമസ് മാഷും കോൺഗ്രസും എതിരായിരുന്നില്ലല്ലോ.
വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് പക്ഷേ അതിന് അവർക്കൊരു വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഈ പ്രൈവറ്റൈസേഷൻ മേഖലയ്ക്കുള്ള റോൾ എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനുള്ള റോൾ എന്താണ്? ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം വന്ന് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തോളും എന്നുള്ള പ്രതീക്ഷയിലാണോ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുന്നത്? ഒരു ബഡ്ജറ്റിൽ അങ്ങനെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ മാത്രം പറയാനുള്ളതാണോ? അല്ലല്ല, വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവ തോമസ് മാഷിന്റെ പാർട്ടി ഭരിച്ചിരുന്നപ്പോഴേക്കും വിദേശ നിക്ഷേപകർ വിശ്വസിച്ച് വന്നിരുന്നില്ല. അഴിമതികൾ കുടുങ്ങി മന്ത്രിമാർ കിടന്നുകൊണ്ട് വന്നില്ല എന്ന് കരുതി മറ്റുള്ള എല്ലാ ഗവൺമെന്റുകളുടെയും സമയത്ത് അങ്ങനെ ആയിരിക്കില്ല. പിന്നെ കിട്ടിയ വാഗ്ദാനങ്ങൾ, ലഭ്യമായ ഉറപ്പുകൾ എല്ലാം തന്നെ ഒരു ബഡ്ജറ്റിൽ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യാൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ, സാധിക്കുകയില്ല. വിദേശത്ത് നിന്നും ഈ രാജ്യത്ത് നിക്ഷേപം വരുമ്പോഴേക്കും വിദേശ രാജ്യത്ത് കുറെ പണം അടിച്ചു വച്ചിരിക്കും. അത് പ്രധാനമന്ത്രി വിമാനം കൊണ്ടുപോയി കയറ്റി കൊണ്ടുവരാനൊന്നും സാധിക്കില്ലല്ലോ. ഇവിടെ നിലനിൽക്കുന്ന വിദേശ നിക്ഷേപം എങ്ങനെ സ്വീകരിക്കാം എന്നുള്ള നിയമാവലികൾക്കകത്തു നിന്നുകൊണ്ട് മാത്രമേ ഏതൊരു ഗവൺമെന്റിനും അക്കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നും ധനം സമാഹരിക്കാൻ വി രാജേഷ്, ഇത് വളരെ വലിയൊരു തമാശ പോലെയാണ് തോന്നുന്നത്. കേന്ദ്രത്തിന്റെ ബഡ്ജറ്റാണ്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ റെയിൽവേ ബഡ്ജറ്റാണ്. ഇതുപോലെയാണോ നിങ്ങൾ 29-ാം തീയതി പൊതു ബഡ്ജറ്റും പറയുക? ഇതൊക്കെ കുറെ കാര്യങ്ങൾ രഹസ്യമായിട്ട് വെക്കും, കുറെ വാഗ്ദാനങ്ങൾ പറയാൻ പറ്റില്ല, അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന പണത്തിന്റെ കൃത്യമായ രേഖകൾ ബഡ്ജറ്റിൽ പറയില്ല, ഇതൊക്കെ നിങ്ങൾ പ്രഖ്യാപനങ്ങൾ കൃത്യമായി പറയും എന്ന് പറയുന്നത് ശരിയാണോ? ഇതാണോ ബഡ്ജറ്റിലൂടെ രാജ്യം പ്രതീക്ഷിക്കുന്നത്? ബഡ്ജറ്റ് കോൺഗ്രസ് ഗവൺമെന്റുകൾ അവതരിപ്പിച്ചതുപോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സുരേഷ് പ്രഭു കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ മുൻ ബഡ്ജറ്റുകളിൽ നിന്നും BJP ഗവൺമെന്റ് തന്നെ മുൻ ബഡ്ജറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചുകൊണ്ട്, അതായത് ജനങ്ങൾ, യാത്രക്കാർ ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള 10-15 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യൻ റെയിൽവേ എവിടെ എത്തി നിൽക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള ബഡ്ജറ്റ്, അതായത് ലോകരാഷ്ട്രങ്ങളുടെ റെയിൽവേ വികസനത്തിന്റെ നിലവാരത്തോട് കിടപിടിച്ച രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് പ്രഭുവിനെ അവതരിപ്പിച്ചത്. കോൺഗ്രസോ അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷമോ അവതരിപ്പിച്ചിട്ടുള്ള ചുവട് പിടിച്ചും തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്നൊന്നും എവിടെയിടത്തും എഴുതി വച്ചിട്ടില്ല. ഞങ്ങൾ അതിന് തയ്യാറുമല്ല. ഈ ബഡ്ജറ്റ് ദീർഘദൂര കാഴ്ചപ്പാടോടുള്ള ബഡ്ജറ്റാണ് എന്ന് എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു. റെയിൽവേയുടെ വേഗത കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ റെയിൽവേയിൽ വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി വിദേശ നിക്ഷേപം വേണം. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടിയുള്ള KV തോമസ്, അതിനൊരു മറുപടി, നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ പല ഇടത്തു നിന്നുള്ള പണം കണ്ടെത്തി ദീർഘവീക്ഷണത്തോടുകൂടി ഭാവിയിലേക്ക് മുന്നിട്ട് നോക്കിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് എല്ലാം ഇപ്പോൾ ഈ വർഷം സുരേഷ് പ്രഭു അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മിസ്മാച്ച് ഉണ്ടാകും, പണം വരുമ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളൂ എന്നാണ് BJPക്ക് പറയാനുള്ളത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ കടന്നു വന്നിട്ട് 24 മാസമായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ഈ യാത്രയ്ക്കിടെ ഒത്തിരി എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ജപ്പാനുമായി, ചൈനയുമായി. എത്ര വന്നു ഒന്ന് പറയണ്ടേ? എത്ര ഇവിടെ 24 മാസം കൊണ്ടുവരാം, എന്ത് കൊണ്ടുവന്നു? 0. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കോൺഗ്രസിൻ്റെ കാലത്ത് ഞങ്ങളുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി സംസാരിച്ചിരുന്നു. അന്ന് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇതിനോട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത്, ഞങ്ങളുടെ ഘടകകക്ഷികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ചില റെസ്ട്രിക്ഷൻസ്, ഉദാഹരണം ഡിഫൻസിൻ്റെ കാര്യത്തിൽ 22% അപ്പുറത്ത് പോകാൻ കോൺഗ്രസിനകത്ത് തന്നെ തയ്യാറായിരുന്നില്ല. ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്ക് അപകടകരമായ ഇൻവെസ്റ്റ്മെൻറ്റ് പാടില്ല എന്നെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ്. എന്താ ഇവരുടെ ഉദ്ദേശം? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരട്ടെ, എവിടെ നിന്ന് വന്നു, എന്താ കണ്ടീഷൻസ്? അവർ നാളെ വന്നിട്ട് ഇന്ത്യയുടെ റെയിൽവേ, ഒരു പ്രത്യേക റെയിൽവേ ലൈൻ അവർ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണോ? അവർ നടത്താൻ പോവാണോ? ഇവിടുത്തെ പ്രൈവറ്റ് PPP മോഡൽ പറഞ്ഞു. എന്താ വ്യക്തത? എന്ത് PPP മോഡലാണ് നടപ്പിലാക്കാൻ പോകുന്നത്? അപ്പോൾ ഇതിലൊരു വ്യക്തതയില്ല. അതാ പ്രധാനപ്പെട്ട ചോദ്യം എപ്പോഴും ഉന്നയിക്കുന്ന വ്യക്തതയില്ല. കാര്യങ്ങൾ തുറന്നു പറയും ജനങ്ങളോട്. ഇപ്പോൾ 8 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് വരുമ്പോൾ അത് എവിടുന്നാ ഫണ്ട്? അത് പറയണ്ടേ? അത് പ്രധാനമന്ത്രി ധാരാളം എഗ്രിമെൻ്റ് വിദേശത്ത് വെച്ചിട്ടുണ്ട്. എവിടെ ഫണ്ട്? എവിടെ? എത്ര വന്നു? ഏത് സെക്ടറിൽ വന്നു? ഇത് പറയാതെ ഇത്തരം ജനങ്ങളെ പറ്റിക്കുന്ന ഒത്തിരി പ്രസ്താവനകൾ ഇവിടെ വരുന്നുണ്ട്. പ്രസ്താവനകളല്ലാതെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല. ശ്രീ KK രാഗേഷ്, വ്യക്തതയില്ല എന്ന് KV തോമസ് മാഷ് പറയുന്നത് നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞ എവിടെ നിന്ന് പണം എന്നുള്ള ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഷ തന്നെയാണ്. കേരളത്തിനെ കുറിച്ചും കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്.
ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രീതി ആകാൻ പാടില്ലാത്തതാണ് കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റൊക്കെ. ഇപ്പോൾ തിരുവനന്തപുരത്തും ചെങ്ങന്നൂരിലുമൊക്കെ ചില പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അവിടെയും നിങ്ങൾക്ക് ബഡ്ജറ്റിനകത്ത് പണം നീക്കിവെച്ചത് കാണാനാകുന്നില്ലേ? അല്ല, ഞാനത് പറഞ്ഞല്ലോ. ഇതിലിപ്പോൾ നഞ്ചങ്കോട് നിലമ്പൂർ പാതക്ക് 600 കോടി, കണ്ണൂർ മട്ടന്നൂർ റെയിൽ പാതക്ക് 400 കോടി, ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ബജറ്റ് പ്രൊവിഷൻ എവിടെ? ബജറ്റിൽ പണമില്ല, ചുമ്മാ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതുപോലെ കൊല്ലം പുനലൂർ അതിന് 33 കോടി, ഇതൊക്കെ ഇതിനകത്ത് ഈ പേപ്പറിൽ പറയുന്നുണ്ട്. പക്ഷേ ബജറ്റിൽ പ്രൊവിഷൻ ഇല്ല. അതാണ് ഈ പ്രശ്നം. ഇപ്പോൾ രാജേഷ് പറയുന്നത് FDA എന്തോ വരാൻ വേണ്ടി പോകുന്നുണ്ട്, അത് ഞങ്ങൾ വളരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ണൂരിലുള്ള ഈ പദ്ധതിയിൽ ഏത് FDA ആണ് വരാൻ വേണ്ടി പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട രാജേഷ്, വെറുതെ വായി തോന്നിയത് ഇങ്ങനെ ചാനൽ ചർച്ചയിൽ പറയുന്നത് ശരിയല്ല, വസ്തുതാപരമായി സംസാരിക്കണം. പിന്നെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി ഈ ട്രെയിൻ വേഗത കൂട്ടണമെന്നത് സംബന്ധിച്ച്. വേഗത കൂട്ടുന്നതിന് വേണ്ടി സ്വകാര്യ നിക്ഷേപത്തെ ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല, അതിന് വലിയ ചിലവുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സിഗ്നലിംഗ് സിസ്റ്റം മാറ്റിയാൽ തന്നെ, അത് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പൂർണ്ണമായും മാറ്റാൻ വേണ്ടി സാധിക്കും. മാറ്റിയാൽ തന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ വേഗതയിൽ, അതുപോലെ തന്നെ നിലവിലുള്ള ട്രാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്രയോ ട്രെയിനുകൾ ഓടിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ 2 ട്രെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 കിലോമീറ്ററാണ്. അതിൻ്റെ കാരണം നിലവിലുള്ള സിഗ്നലിംഗ് സിസ്റ്റമാണ്, പഴയ സിഗ്നലിംഗ് സിസ്റ്റമാണ്. എന്നാൽ അത് പുതിയതാകുന്നതോടുകൂടി 1 കിലോമീറ്റർ അകലത്തിൽ ട്രെയിൻ ഓടിക്കാൻ വേണ്ടി കഴിയും. 1 കിലോമീറ്റർ അകലം മാത്രമേ പാലിക്കേണ്ട കാര്യമുള്ളൂ, ട്രെയിൻ ഓടിക്കാൻ കഴിയും. അപ്പോൾ വേഗതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഈ സിഗ്നലിംഗ് സിസ്റ്റം മാറ്റിയാൽ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപ്ലവകരമായിട്ടുള്ള മാറ്റം, ആധുനികവൽക്കരണത്തിൻ്റെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അത് നടത്താൻ വേണ്ടി റെയിൽവേക്ക് തന്നെ കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അതെന്താ ചെയ്യാത്തത്? അത് ചെയ്യാതെ ഈ മോഡേണൈസേഷൻ്റെ, ആധുനികവൽക്കരണത്തിൻ്റെ പേരിൽ സ്വകാര്യ മേഖലയെ ലക്ഷ്യം വെക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ദുരൂഹമാണ്. അതാണ് പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ എത്ര തന്ത്രപരമായിട്ടാണ് നമ്മുടെ ചാനലുകളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ നോക്കൂ, അതിൽ പറയുന്നത് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ, ചരക്ക് കൂലി വർദ്ധിപ്പിക്കാതെ ആധുനികവൽക്കരണത്തിന് ലക്ഷ്യം വെക്കുന്ന ബജറ്റ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ബജറ്റിന് ശേഷം 5 തവണ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി വ്യത്യസ്ത രീതിയിൽ യാത്രാക്കൂലി വർദ്ധിച്ചിട്ടുണ്ട്. ബജറ്റിലാണ് സാധാരണ വർദ്ധിപ്പിക്കാറ്. എന്നാൽ ഇത്തവണ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ? ബജറ്റിൽ ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കുക, മറ്റ് സന്ദർഭങ്ങളിൽ വർദ്ധിപ്പിക്കുക. അതിലൊന്ന് ചെയ്തത് സീസൺ ടിക്കറ്റ് വർദ്ധിപ്പിച്ചു, അത് ബജറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അതുപോലെ തന്നെ ക്യാൻസലേഷൻ ചാർജ് കൂട്ടി, അതും ബജറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ നവംബറിലാണ് 4%, 14%, നവംബർ മാസം 4% യാത്രാ ചാർജ്, ഉയർന്ന ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള യാത്രാ ചാർജ് വർദ്ധിപ്പിച്ചു. ഇപ്പോഴ് റെയിൽവേ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്കുള്ള റിസർവേഷൻ എടുത്തിട്ട് കുട്ടികൾ പോകുന്ന സമയത്ത് ഇപ്പോൾ 50% ഇളവുണ്ടല്ലോ. 5 വയസ്സിന് 12 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് 50% ഇളവുണ്ട്. ഇനി മുതൽ നിങ്ങൾ റിസർവേഷൻ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഇളവ് അനുവദിക്കില്ല. അവർക്ക് മുതിർന്നവർക്ക് നൽകുന്ന അതേ ചാർജ് കുട്ടികൾക്ക് നൽകേണ്ടി വരുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ നമ്മുടെ ട്രെയിനിലൊക്കെ ചുരുങ്ങിയത് 5% കുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടാവില്ല ഈ കൺസെഷൻ ഉപയോഗിച്ചുകൊണ്ട്. ആ കൺസെഷൻ ഒഴിവാക്കുന്നതോടുകൂടി ഒറ്റയടിക്ക് 5% വർധനവാണ്. പക്ഷെ അങ്ങനെ വർദ്ധിക്കുന്നുണ്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇത് ബജറ്റിലാണോ പറയുന്നല്ല, ബജറ്റിന് പുറമെ ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ചാർജ് വർധനവ്. കാര്യങ്ങൾക്ക് പണം എവിടെ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പറഞ്ഞ കാര്യങ്ങൾക്കുള്ള, പ്രഖ്യാപിച്ച കാര്യങ്ങൾക്കുള്ള ഫണ്ട് ബഡ്ജറ്റിനകത്ത് കാണുന്നില്ല. ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ, അതിനകത്തുണ്ടാകും, അല്ലെങ്കിൽ വേറെ പണം വരും എന്നൊക്കെയുള്ള മറുപടികളാണ്. ഈ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് പിന്നീട് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം വീണ്ടും പുതിയ ഉത്തരവുകൾ ഇറക്കി ഇടയ്ക്കിടയ്ക്ക് വർധനവ് വരുത്തുക, ഇപ്പം പ്രഖ്യാപിച്ചില്ലെങ്കിലും. ഇത് മുൻ വർഷത്തിൽ നടന്ന കാര്യമാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. എന്തുകൊണ്ട് ഈ അവ്യക്തത ബഡ്ജറ്റിൽ? കെ രാഗേഷ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം രാഗേഷിന്റെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല. ഡോക്ടർ മേരി ജോർജ് പറയുന്നത് മനസ്സിലാക്കാം. അവർ രാഷ്ട്രീയ പ്രവർത്തകരല്ല, സാമ്പത്തിക വിദഗ്ധയാണ്. ഈ KV തോമസ് മാഷ് എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് അതിശയം തോന്നുന്നത്. 8 കേന്ദ്രമന്ത്രിമാർ 10 കൊല്ലം ഈ രാജ്യം ഭരിച്ചിട്ട് ഒരു കട്ടവണ്ടി പോലും കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ, മാഷിന്റെ ഭരണസമയത്ത് വ്യക്തത ഉണ്ടായിരുന്ന എല്ലാത്തിനും. കാരണം മന്ത്രിമാർ വീട്ടിലേക്ക് കട്ടുകൊണ്ടുപോകുന്ന കാശിന് വളരെ വ്യക്തമായ കണക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്തായിരുന്നു? മാഷിപ്പോ പറഞ്ഞു, മാഷിന്റെ സംസാരം എനിക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് കുറച്ചു കാലം മുമ്പ് റെയിൽവേയുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു എന്നാണ് മാഷ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് മാഷ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്?
10 കൊല്ലം UPA ഗവൺമെന്റ് ഭരിച്ചിരുന്നപ്പോഴേക്കും കയ്യടി നേടുവാൻ വേണ്ടി കാലാനുസൃതമായി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. മമതാ ബാനർജി ആവട്ടെ ലാലു പ്രസാദ് ആവട്ടെ. അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി. റെയിൽവേക്ക് കാലാനുസൃതമായി മോഡേണൈസ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? അപകടങ്ങൾ കൂടി ജനങ്ങൾ ഭയന്ന് ഇന്ത്യൻ റെയിൽവേ യാത്ര അവസ്ഥയായി. കമ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ വളരെ പഴകിയതായി, പാറ്റയും പഴുതാരയും കയറുന്ന കമ്പാർട്ട്മെന്റുകളായി. അങ്ങനെ വന്നപ്പോഴേക്കും ജനങ്ങളെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മെച്ചപ്പെട്ട കോച്ചുകൾ നിർമ്മിക്കേണ്ടി വന്നു, പണച്ചെലവുണ്ടായി. അതുകൊണ്ടാണ് ഗവൺമെന്റിന് ചില സമയങ്ങളിൽ നേരിയ തോതിലെങ്കിലും നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വന്നത്. മമതാ ബാനർജി ഒരു യാത്രക്കാരൻ പോലും ഇല്ലാത്ത ഗ്രാമത്തിലേക്ക് പശ്ചിമ ബംഗാളിലെ ഭരണം പിടിച്ചെടുക്കുവാൻ വേണ്ടി റെയിൽവേ ലൈനുകൾ വർദ്ധിപ്പിച്ചപ്പോഴേക്കും, റെയിൽവേ ലൈനുകൾ ആ ഭാഗങ്ങളിലേക്ക് റെയിൽവേ ലൈനുകൾ ഇട്ടപ്പോഴേക്കും KV തോമസ് മാഷ് ഉൾപ്പെടെയുള്ള മന്ത്രിസഭ അതിനെ തിരുത്താതെ കൈയടിച്ചു കൊടുക്കുകയായിരുന്നു. ലാലു പ്രസാദ് യാദവ് റെയിൽവേയുടെ മുതുകല്ലുകളൊക്കെ തന്നെ പ്രൈവറ്റ് പാർട്ടികൾക്ക് വേണ്ടി തീരെഴുതി വെച്ചപ്പോഴേക്കും തോമസ് മാഷ് ഉൾപ്പെടെയുള്ള രാജേഷ് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നിട്ടും എന്ത് കൊടുത്തു എന്നുള്ളതാണല്ലോ ചോദിച്ചത് വി രാജേഷ്. ഇപ്പൊ കേരളത്തിന് നിങ്ങൾ എന്ത് തന്നു എന്ന ചോദ്യമുണ്ട്. KV തോമസ് മാഷ് അതിന് മറുപടി പറയട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യം. പക്ഷെ നിങ്ങൾ എന്ത് കൊടുത്തു? ഈ പ്രഖ്യാപനങ്ങൾക്ക് നീക്കിവെച്ച പണം കാണാനില്ലല്ലോ എന്ന ചോദ്യം അപ്പുറത്തുണ്ട്. അതല്ല, ഞാന് ബഡ്ജറ്റ് BJP ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് കൊണ്ട് ഞാൻ ഡിഫൻസീവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക തന്നെയായിരുന്നു. പക്ഷെ എനിക്കും ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ടല്ലോ. KV തോമസ് മാഷ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും മാഷ് മറന്നുപോയാലും ഞങ്ങൾ മറക്കുകയില്ല, ഇന്ത്യയിലെ ജനങ്ങൾ മറക്കുകയില്ല. UPA ഗവൺമെന്റ് ഭരണകാലഘട്ടത്തെ നിങ്ങൾ മാഷിന്റെ പാർട്ടി ചെയ്ത കാര്യങ്ങൾ പഠിക്കുകയാണോ അത് ആവർത്തിക്കുകയാണോ എന്നതാണ് ചോദ്യം. അല്ലല്ല, തോമസ് മാഷിന്റെ പാർട്ടിയുടെ കയ്യിൽ നിന്നും BJP ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുക്കുമ്പോഴേക്കും ഒരു ദിവസം 30 കോടി രൂപയുടെ നഷ്ടം, അതായത് ഒരു മാസം 1000 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന റെയിൽവേയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJP ഗവൺമെന്റ് കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. ആ റെയിൽവേയെ ഇന്ന് നഷ്ടം നികത്തി നേരിയ ലാഭത്തിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഒന്നാമതായി പറയാനുള്ളത്. റെയിൽവേയുടെ ഒന്നും തോമസ് മാഷ് അതിനൊരു മറുപടി കൊടുത്തിട്ട് നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. KV തോമസ് മാഷ്, റെയിൽവേയെ ലാഭത്തിലേക്കാക്കിയ BJP സർക്കാർ, നിങ്ങൾ കുത്തുപാളയടിപ്പിച്ച റെയിൽവേ. ഗവൺമെൻറ്റുകൾ ഒരു തുടർച്ചയാണ്. 2004 UPA 1 ഏറ്റെടുത്തത് വാജ്പേയിയുടെ ഗവൺമെൻറ്റിൽ നിന്നാണ്. അന്ന് എത്രമാത്രം ബാധ്യത ഉണ്ടായിരുന്നു, അത് മറന്നുപോയോ? അപ്പോൾ ബാധ്യതകളുണ്ട്, ആ ബാധ്യതകളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ ഘട്ടത്തിലേക്ക് മാറണം. ഇന്ത്യൻ റെയിൽവേയിൽ UPA 1 UPA 2 കാലത്ത് ധാരാളം മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാതെ അത് ഒരു മാറ്റവും ഉണ്ടാകാതെ ഒരു പുരോഗമനം ഉണ്ടാകാതിരുന്നിട്ടില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഗവൺമെൻറ് തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചില അപാകതകളും പാളിച്ചകളും വന്നതുകൊണ്ടാണല്ലോ BJP ഗവൺമെൻറ് വന്നത്. അവരധികാരത്തിലായിട്ട് 2 വർഷമായി. എന്തു ചെയ്തു? സ്വപ്ന പദ്ധതികളല്ലാതെ. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ചെങ്കോട്ടയിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ പറഞ്ഞു, സ്വച്ഛ് ഭാരത് പറഞ്ഞു, നടന്നോ? അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് സുരേഷ് പ്രഭുവിനോട് വളരെ മമതയുള്ള ഒരാളാണ്, സ്നേഹമുള്ള ഒരാളാണ്, അദ്ദേഹത്തെ അറിയുകയും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്തു? അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ പ്രായോഗികമായി എന്താ എടുത്തിരിക്കുന്നത്? ഇപ്പോൾ സ്വച്ഛ് ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ സഞ്ചരിക്കുന്ന ടോയ്ലറ്റുകളാണ്, അത് മാറ്റുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ 15 ദിവസം മുമ്പ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ MP മാർ BJPക്കാരാണ്. ഞങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയി, ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഡൽഹിയിൽ പോയി, ബോംബെയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ മനുഷ്യ മാലിന്യങ്ങളാണ് നടക്ക്. അവിടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇത്തരം ബോംബെ വിക്ടോറിയ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ പോയി നേരം കാണട്ടെ. ഇപ്പോൾ BJPയുടെ നേതാക്കന്മാർക്കും പോയി കാണാം എന്താ സംഭവിച്ചുകൊണ്ട്. ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല. ഇവരെ എന്ത് ചെയ്യുമെന്ന് പറയണം. ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകും, ഇത്ര ബഡ്ജറ്റുണ്ട്, ഞങ്ങൾ ഇത്ര പ്രൊവിഷൻസ് ഇട്ടു, ഇതാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയാതെ ഒരു സുന്ദരമായൊരു ബഡ്ജറ്റ്. പിന്നെ ഇപ്പോൾ ചരക്കൂലി കൂട്ടിയിട്ടില്ല, അല്ലെങ്കിൽ യാത്രക്കൂലി കൂട്ടിയിട്ടില്ല, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും കൂട്ടാമല്ലോ. ഈ ഏപ്രിൽ മെയ് മാസം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കൂട്ടാം, അതൊക്കെ അവർക്കറിയാം.
അത് ഞാൻ കുറ്റം പറയുകയല്ല. പക്ഷേ ഒരു പൂർണ്ണതയോടുകൂടി ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ സോഴ്സസ് എന്താണ്, അതെങ്ങനെ ചെലവഴിക്കും, ഇത് വ്യക്തതയോടുകൂടി പറയുന്നതിന് എന്താ കുഴപ്പം? അത് പറയാതെ തപ്പിത്തടഞ്ഞ് കുറേ സുന്ദരമായ വാചകങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ബഡ്ജറ്റാവുന്നില്ല. എനിക്കൊന്ന് ബഡ്ജറ്റിൽ നിന്ന് മാറാനേ അവർ ശ്രമിക്കുന്നത്. അതാണ് മേരി ജോർജ് പറഞ്ഞത്. ഈ രാജ്യത്ത് നിലവിലുള്ള എല്ലാ സിസ്റ്റങ്ങളും, ഭരണപരമായ സിസ്റ്റങ്ങളും തകർത്തുകൊണ്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ്. നാളെ ചിലപ്പോൾ ബഡ്ജറ്റും ഉണ്ടാവില്ല. ശ്രീ വി രാജേഷ്, നമുക്ക് കേരളത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാനുള്ള സമയം പോലും കിട്ടാത്തതിന് കാരണം ഈ തുടക്കത്തിലെ തന്നെ പിഴച്ചുപോയി. ഈ ഫണ്ട് എവിടെയെന്നുള്ള ചോദ്യത്തിന് മൊത്തത്തിൽ ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. അതൊക്കെ ഈ ശൂന്യതയിൽ നിന്ന് കൊണ്ടുവരുന്ന ഉത്തരങ്ങളാണ് ഇപ്പോഴും വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ചുരുക്കത്തിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പെങ്കിലും കേരളത്തിൻ്റെ കാര്യത്തിൽ വ്യക്തമായി ഇതൊക്കെ ഉണ്ട്, ഇതിന് ഫണ്ടുമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? പിഴച്ചുപോയത് എന്താണെന്നറിയോ? ആ ബഡ്ജറ്റിലെ നന്മകൾ കണ്ടെത്താൻ തയ്യാറാകാതെ തിന്മകളിലേക്കും നെഗറ്റീവിലേക്കും ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരും പിന്നെ താങ്കളും ഒരു ചെറിയൊരു ശതമാനം അതിന് ശ്രമിച്ചത് കൊണ്ടാണ് തുടക്കത്തിലെ പിഴച്ചുപോയത്. ആരോഗ്യപരമായി ബഡ്ജറ്റിനെ കാണാൻ വേണ്ടി ഞാൻ ഈ ചർച്ചയുടെ തുടക്കം പിഴച്ചുപോയെന്നല്ല ശ്രീ വി രാജേഷ് പറഞ്ഞത്, ബഡ്ജറ്റിന്റെ തുടക്കം പിഴച്ചുപോയി എന്നാണ്. എന്റെ ബഡ്ജറ്റിന്റെ തുടക്കം ഒരിടത്തും പിഴച്ചില്ല. ഇപ്പോൾ ഈ രാജേഷിന് തോമസ് മാനത്തിന് അസ്വസ്ഥ എന്താണെന്നറിയോ? ചരക്ക് കൂലി, കടത്ത് കൂലിയും യാത്രാ നിരക്കും വർദ്ധിപ്പിച്ചില്ല. അത് രണ്ടും വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ ഇവർ ആഹ്ലാദ ചിത്തരായി ആനന്ദ നൃത്തമാടിയേനെ. അത് രണ്ടും വർദ്ധിപ്പിക്കാത്തത് കൊണ്ട് പക്ഷേ അവരത് കാണുന്നത് ഏപ്രിൽ മെയ് മാസം കഴിയുമ്പോഴേക്കും ആ ഉത്തരവ് കൂടി ഇറങ്ങും. കഴിഞ്ഞ വർഷം നിങ്ങളത് ചെയ്തതാണല്ലോ. അല്ല, അവർക്കിപ്പോൾ ഒരു ആശ്വാസം, ഏപ്രിൽ മെയ് കഴിയുമ്പോഴേക്കും ആ ഉത്തരവ് ഇറങ്ങും. എന്തായാലും തൽക്കാലം അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങാൻ പോകുന്നില്ല. ഈ ചരക്ക് കടത്ത് കൂലിയും യാത്രാ കൂലിയും നിലനിർത്തിക്കൊണ്ട് തന്നെ അഴിമതിയൊന്നും കാണിക്കാതെ ഇന്ത്യൻ റെയിൽവേ എങ്ങനെ ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെ കുറിച്ച് ഒരു റിസർച്ചാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. അതുകൊണ്ട് രാജേഷും തോമസ് മാഷിനും ഒരാശങ്കയും വേണ്ട. 8 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതികൾ വരും കേരളത്തിലേക്ക്. ശ്രീ വി രാജേഷ്, ശ്രീ കെ രാഗേഷ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് ഇപ്പൊ വി രാജേഷ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും വ്യക്തത മാത്രം ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചാൽ മതി, നിങ്ങൾ ആശങ്കപ്പെടേണ്ട, കാര്യങ്ങളൊക്കെ അവിടെ നടക്കും ഈ പറഞ്ഞതൊക്കെ എന്ന മറുപടിയിൽ അവസാനിപ്പിക്കേണ്ടി വരികയാണ് ഈ ചർച്ച. രാകേഷ് എന്നോടാണോ? അതെ. അതിൽ ഡോക്ടർ ലാൽ, ഈ രാജേഷ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേ ഏത് ഘട്ടത്തിലാണ് നഷ്ടത്തിലായത്? അത് കേട്ട് തോമസ് മാഷ് അത് അംഗീകരിച്ചു കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. 2013-14 $157.8 ബില്യൺ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ കമ്പനിയാണ് റെയിൽവേ. റെയിൽവേ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലായിരുന്നില്ല. രാജേഷ് അങ്ങ് വെറുതെ അങ്ങ് വായിൽ തോന്നിയത് വിളമ്പുകയാണ്. എനിക്ക് സങ്കടം തോന്നുകയാണ്. അദ്ദേഹം ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിക്കരുത്, ഇങ്ങനെ പറഞ്ഞിട്ട് ചിരിപ്പിക്കരുത്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിവിടെ അസ്വസ്ഥനാകുന്ന പ്രശ്നമൊന്നുമില്ല. വസ്തുതയായി പറയണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ട്രെയിൻ പോലും അനുവദിക്കാത്ത ഒരു റെയിൽവേ ബജറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു ട്രെയിൻ പോലും. ഇവിടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കിയിട്ടുമില്ല. ഒരു പുതിയ ട്രെയിൻ പോലും അനുവദിച്ചിട്ടില്ല. നിരവധി ആവശ്യങ്ങൾ, ലൈൻ ഡബിളിങ്ങിൻ്റെതായാലും ശരി, അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെതായാലും ശരി, പുതിയ ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള ആവശ്യമായാലും ശരി, നിരവധി ആവശ്യങ്ങൾ മന്ത്രിയുടെ മുന്നിൽ നേരിട്ട് കേരളത്തിലെ MP-മാർ, അതുപോലെ തന്നെ ഗവൺമെൻറ് എല്ലാവരും ചെയ്തതാണ്. പക്ഷെ ഒരു ട്രെയിൻ പോലും പ്രഖ്യാപിക്കാത്ത ഒരു ബജറ്റ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? എന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷത്തിനകം 5 തവണ വ്യത്യസ്ത പേരിൽ റെയിൽവേ ചാർജ് വർദ്ധിപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ബജറ്റിൽ പ്രഖ്യാപിക്കുന്നില്ല, എന്നാൽ വളഞ്ഞ വഴിയിലാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നത്. ബജറ്റിൽ മറ്റു പല കാര്യങ്ങൾ, സ്വപ്ന പദ്ധതികൾ നടപ്പിലാകാതെ പല കാര്യങ്ങൾ പറയുകയും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഒരു 10 സെക്കൻഡിൽ ഡോക്ടർ മേരി ജോർജ്, ബഡ്ജറ്റിന്റെ സാങ്ക്ടിറ്റിയെ കുറിച്ച് ഒക്കെ ഉള്ള പഴയകാല ചർച്ചകളിലൊക്കെ ഇനി നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ബഡ്ജറ്റിന് പുറത്തും കാര്യങ്ങൾ നടക്കുകയാണ് രാജ്യത്തെന്ന് പറയുമ്പോൾ അതൊരു വ്യവസ്ഥാപിത സംവിധാനത്തിന് യോജിച്ചതാണോ? അത് മിസ്റ്റർ രാജേഷ് നേരത്തെ പറഞ്ഞു. അതായത് ബജറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷനാണ്.
ഒരു രാജ്യത്ത് ഒരു ബജറ്റ് ഇയറിൽ നടത്താൻ പോകുന്ന വരവ് ചെലവുകളെ പറ്റി കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് അറിവ് പകരുന്നതാണ് ബജറ്റ് ഡോക്യുമെന്റ് എന്ന് യെസ്, പറയുന്നത്. ആ അർത്ഥത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ്. നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രമാണ് ഇടപെടേണ്ടി വരുന്നത്. ദയവായി എന്നോട് എല്ലാ അതിഥികളും ക്ഷമിക്കുക. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ കെ കെ രാഗേഷ് MP, ശ്രീ KV തോമസ് MP, ശ്രീ VV രാജേഷ്, ഡോക്ടർ മേരി ജോർജ്.